ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവി മാഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു പോരുന്നത്. 11-ാം അധ്യായം, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഞാൻ സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ദേവിയുടെ ഈ അധ്യായം സ്ഥിരമായിട്ട് പാരായണം ചെയ്താൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ ഐശ്വര്യങ്ങളും ആ വ്യക്തിക്ക് വന്നു ചേരും എന്ന് പറയുന്നു എന്നുള്ളതല്ല, അതാണ് അതിൻ്റെ വസ്തുത തന്നെയാണത്. അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അത് വ്യക്തമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാന എന്നാണല്ലോ, ശ്രദ്ധിക്കുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുക. ഇതൊക്കെ ഒരു ഓപ്പൺ മട്ടിൽ അങ്ങനെ കേൾക്കുന്നവരുണ്ടാവും. അവർക്ക് അതിൻ്റെ വലിയ പ്രാധാന്യം അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കതിൻ്റെ ഗുണം ലഭിക്കുകയുമില്ല. മറിച്ച് അത് ഗൗരവത്തിൽ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ചില ആളുകളുടെ മുജ്ജന്മത്തിൻ്റെ ഫലം പോലെയാണ് അതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും ചിലർക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകുന്നതും അതുകൊണ്ടാണ്. കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയാണ് ഈ ജന്മം എന്നാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യമാണ് കൂടുതലുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ജന്മം ഇത്തരം പുസ്തകങ്ങൾ കയ്യിലെടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. കഴിഞ്ഞ ജന്മത്തിലെല്ലാം മഹാപാവിയായ മനുഷ്യന്മാരുണ്ടാകുമല്ലോ, കൊടുമ്പാവികൾ, അത്തരം നരകപാവികളെന്ന് പറയും. അത്തരം പാവികളാണെങ്കിൽ ഈ ജന്മം കുറേ കഷ്ടപ്പെടേണ്ടി വരും ട്രാക്കിലേക്ക് വരാൻ. അങ്ങനെയാണ് പറയുന്നത്. ഇതിനൊന്നും തെളിവൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. ചില ആളുകൾ ഒരുപാട് തവണ ഇതിങ്ങനെ പറഞ്ഞത് ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ചൊല്ലി എന്നിട്ട് ഒരു മാറ്റവുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അതല്ലാതെ വേറെ എന്താണ് അതിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത എന്താണ്? അതുകൊണ്ടങ്ങനെ പറഞ്ഞതാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ധാരാളം ആളുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് ആണല്ലോ നമ്മളൊരു നിഗമനത്തിലെത്തുക. അങ്ങനെ ഞാൻ എത്തിയ നിഗമനമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ. എവിടുന്ന്? മട്ടന്നൂർ. പറയൂ. ഡേറ്റ് 17/8/1999. 17/8/1999. ആ. ടൈം 5 PM. ഹലോ. നക്ഷത്രം ചോദി. എന്താണ് അറിയേണ്ട വിഷയം? മോളതാണ് കല്യാണത്തിന്റെ ഒന്ന് നോക്കാൻ. കല്യാണത്തിന്റെ ഒന്ന് അറിയാൻ വേണ്ടിട്ട്, കല്യാണപ്പം വേണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്.
ചോദ്യം 2-ാം പാദം. ഇപ്പം വ്യാഴദശയാണ് നടക്കുന്നത്. വ്യാഴത്തിൽ രാഹുവിൻ്റെ അപഹാരമാണ്. സ്വാഭാവികമായിട്ടും വ്യാഴം കഴിയുന്നതിന് മുമ്പേ തന്നെ കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത്. അത് ഓരോ വരുന്നിട്ടുണ്ട്, ഓരോന്ന് ആലോചനകൾ വരുന്നുണ്ട്. അപ്പോൾ അതെ, പക്ഷേ 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് കാലതാമസം വന്നു കളയാമെന്നുള്ളൊരു ഇതുണ്ട്. ശനി വന്നു കഴിഞ്ഞാലാണെങ്കിൽ വളരെ ദോഷവുമുണ്ട് 3 കൊല്ലത്തേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം ഇത് നടത്തുകയാണ് വേണ്ടത്. അത് കഴിയുന്നിടത്തോളം നിങ്ങൾ അത് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് അത് നടത്താൻ വേണ്ടി നോക്കണം. അല്ല, അവളിപ്പോ പറയുന്നത് അവൾക്കിപ്പോ ജോലി ഉണ്ട്. ഇപ്പോ അത് എല്ലാവരും കൂടി പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ 27 കഴിഞ്ഞിട്ട് മാത്രമേ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുൻപരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ അങ്ങനെ വല്ലതും അവൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പം വരില്ല. അത്തരത്തിലുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം നടത്തുന്നതായിരിക്കും നല്ലത് 1 കൊല്ലത്തിനുള്ളിൽ. 1 കൊല്ലത്തിനുള്ളിൽ അല്ലേ? 1.5 കൊല്ലം വരെ ഉണ്ട് ആ സമയം. അത് കഴിഞ്ഞാൽ 3 കൊല്ലം വളരെ മോശമാണ്. ആരും കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈം എടുത്തിട്ട് ചെയ്യുന്നതും കുഴപ്പമുണ്ടോ? ഇപ്പൊ ഒരാളെ അല്ല, അതെ അങ്ങനെ ഒരു ഉണ്ടാകുമെന്നാണ് ഇവിടെ ഫലം. അങ്ങനെ ഉണ്ടെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ആയിരിക്കും സംഭവം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. വേറെ ദോഷങ്ങൾ എന്തുണ്ട് ഈ ജാതകത്തിൽ? അതാണ് ഞാൻ പറഞ്ഞത്, 7-ാം ഭാവത്തിൽ ശനിയുടെ ദോഷമുണ്ട്. അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ശനി അത് പലതരത്തിലും തടസ്സം, ഈ കല്യാണത്തിന് മാത്രമല്ല, പല ജോലിയുടെ കാര്യത്തിലും പല കാര്യത്തിലും തടസ്സം സൃഷ്ടിക്കും. പ്രത്യേകിച്ചിട്ടും ശനി അതിൻ്റെ സ്വാപഹാര ഘട്ടത്തിൽ നീചത്തിൽ നിൽക്കുന്ന ശനിയാണ്. വളരെയേറെ മോശപ്പെട്ട ശനിയാണത്. അതിൻ്റെ തുടക്കം അത്ര ശരിയാവില്ല. ഇത്രയും കാലം വ്യാഴമായതുകൊണ്ടാണ് നല്ല പഠനമൊക്കെ നന്നായിട്ട് നടന്നത്. ഇനിയിപ്പം വരാൻ പോകുന്ന ശനിയാണ്. ആ ശനി യൗവനകാലം മുഴുവനുണ്ട്. അത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പോലും അത് കുഴപ്പമുണ്ടാക്കുമെന്നാണ്. ഇപ്പം ശരീരം പിന്നെ ആരോഗ്യത്തിനൊന്നും ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ. ആരോഗ്യം കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയ സൂക്കേടുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതെ, വാദത്തിന്റെയും മറ്റൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ്. അത് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും സാധ്യത കൂടുതൽ ഉണ്ടോ? രാജ്യം വിട്ടു പോകാനൊക്കെ യോഗമുണ്ട്. യോഗമുണ്ട്, അതൊക്കെ ഉണ്ട്. അത് ഏതായാലും ഈ വ്യാഴത്തിൻ്റെ ഈ 2-ലേതെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ അടിയന്തരമായിട്ട് എടുക്കണം. ഒന്നുകിൽ ഇപ്പോൾ കല്യാണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് 3 വർഷം കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അത് നിങ്ങൾ അച്ഛനും മകളും തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കൂ. ഞാനെന്ത് പറയാനാണ്. ഓക്കെ പരിഹാരം ചെയ്യണമെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടൂ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ദേവിയെക്കുറിച്ചുള്ള ഇതാണ്. തുംബൈഷ്ണവീ ശക്തിരനന്തവീര്യ ആവിശ്യസ്യ ബീജം പരമാസിമായ സമോഹിതം ദേവി സമസ്തമേതത്വംബൈ പ്രസന്നാ ഭൂമി മുക്തിഹേതു. ഇത് 4-ാമത്തെ മന്ത്രമാണ്. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? പിന്നെ വൈഷ്ണവി, വിഷ്ണു ശക്തി ദേവി. അതായത് പിന്നെ വൈഷ്ണവി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ സ്ത്രീരൂപം ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ആ ദേവിക്ക് എന്ന അസുരന്മാരുമായിട്ടുള്ള വേളയിലെല്ലാം പിന്നെ ശിവനും വിഷ്ണുവും ഇന്ദ്രനും ഇങ്ങനെ നാനാതരം ദേവന്മാരെല്ലാവരും അവരുടേതായ ശക്തി ദേവിക്ക് പ്രദാനം ചെയ്തു എന്നാണ് ദേവി മഹാത്മ്യം പറയുന്നത്. അതിൽ വൈഷ്ണവി ശക്തി വിഷ്ണുവിൻ്റെ ശക്തിയായി പറയുന്നു. വൈഷ്ണവി ശക്തിരനന്തർ. അതുകൊണ്ട് തന്നെ വൈഷ്ണവി എന്നുള്ള നാമവും ദേവിക്ക് സിദ്ധിക്കുന്നു.
നിൻ്റെ ഈ വൈഷ്ണവി ശക്തി നിൻ്റെ അനന്തവീര്യമാണ്. അതായത് പറഞ്ഞ് അളക്കാൻ പറ്റാത്തത്ര വീര്യം ഈ വൈഷ്ണവിക്കുണ്ടെന്ന് പറയുന്നു. വിശ്വസ്യ ബീജം പരമാസിമായ ആ മായയിൽ കളിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതും ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ദേവി തന്നെ. വിശ്വസ്യ ബീജം ഈ ലോകത്തിൻ്റെ മുഴുവൻ സത്തയായിട്ട് അല്ലെങ്കിൽ എങ്ങുന്നിറഞ്ഞു നിൽക്കുന്ന മായയായിട്ട് നീ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒന്നാമത്തെ പാദത്തിൻ്റെ അർത്ഥം പറയുന്നു. ത്വംവൈഷ്ണവി ശക്തിരനന്തവീര്യ. ആ ശക്തിക്ക് പരിധിയൊന്നുമില്ല. അതാണ് അനന്തത എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അനന്തമാണ്. സമൂഹിതം ദേവി സമസ്തമേതത്വം വൈ പ്രസന്ന ഭുവി മുക്തിഹേതു വിദ്യാസമസ്തസ്തവ ദേവി ഭേദശ്രയ സമസ്ത സകലാജകൾ തയ്യാപൂരിതം കാതേസ്വരാപുരോക്തി സർവഭൂതായതാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം സ്തുതാസ്തുതേക ഭവന്തു പരമുക്തിയ. അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നീട് പറയുന്നതാണ് ത്വംവൈഷ്ണവി ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസ്യമായ സമ്മോഹിതം ദേവി സമസ്തമേതത്വം വൈ പ്രസന്ന ഭുവി മുക്തിഹേതു. അപ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളെയും മായയിൽ കടത്തി മോഹിപ്പിക്കുന്നതും ദേവി തന്നെ. ആ ദേവിയുടെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ അത് മുക്തിക്ക് പോലും കാരണമായിട്ട് അതാണ്. അതായത് ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാന അടിസ്ഥാന തത്വമായിട്ട് നാലാമത്തെ ഇത് പറയുന്നുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ഈ മോക്ഷം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു. അപ്പം അതിന് പോലും കാരണം ആയിട്ട് വരുന്നത് ദേവിയുടെ അനുഗ്രഹമായിരിക്കുമെന്നാണ്. ഒരു കോൾ ഉണ്ട്, അതിലേക്ക് വരാം. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിന്നാണ്. പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. 16/3/1997. സമയം രാവിലെ 11:10. നക്ഷത്രം? ഹലോ, ഹലോ, മകീര നക്ഷത്രമാണ്. രാവിലെ 11:10. എന്താണ് അറിയേണ്ട വിഷയം? പറയൂ. ജോലിന്റെ എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. ജോലി ഇപ്പം വ്യാഴദശയാണ് നടക്കുന്നത്. വ്യാഴത്തിൽ ശുക്രന്റെ അപഹാരമാണ്. ഇപ്പം ജോലി ചെയ്യുന്നില്ലേ? ഇല്ല, ഇപ്പൊ പഠിക്കുന്നു. PSC ട്രൈ ചെയ്യുന്നുണ്ട്. PSC ട്രൈ ചെയ്യാണല്ലേ? അപ്പോൾ നല്ല ഇപ്പോൾ ശുക്രന്റെ അപഹാരത്തിൽ ഒരുവിധം നല്ല ഭേദപ്പെട്ടൊരു ജോലി കിട്ടിവേണ്ടതാണ്. നന്നായിട്ട് ശ്രമം വേണം. നന്നായിട്ട് നോക്കുന്നില്ലേ? നോക്കുന്നുണ്ട്, എക്സാമിൽ എഴുതുന്നുണ്ട്. ക്ലാസ്സിനൊക്കെ പോകുന്നില്ലേ? ക്ലാസ്സിന് ഇപ്പം പോകുന്നില്ല, പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് പറയുക, കുറച്ചൊരു വ്യാഴത്തിന് പൂർണ്ണമായ ശക്തിയുള്ള വ്യാഴമല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ അടുത്തൊക്കെ പോകുന്നത് നന്നായിരിക്കും. അതേപോലെ ഗുരുവായൂരപ്പനെയും അഷ്ടമാധിപത്യത്തോടു കൂടി നീചത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. അതുകൊണ്ട് ആ വ്യാഴത്തിന് ചെറിയ പിഴവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങൾ ഇപ്പോൾ ഉള്ള ശുക്രാപഹാരം, ലഗ്നാധിപൻ്റെ അപഹാരം, ശുക്രൻ്റെ അപഹാരമാണ് ഏറ്റവും അനുകൂലം. അതുകൊണ്ട് ഇപ്പം തന്നെയാണ് അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ടത്. ഇപ്പം കിട്ടിപ്പോണം. വ്യാഴം അത്ര പൂർണ്ണമായിട്ട് തെളിച്ചമുള്ള വ്യാഴമല്ല. അതേസമയം ശനിദശ വളരെയേറെ നന്നാവുമെന്നും ബലമുണ്ട്. പിന്നെ ഭാഗ്യഹാനി പറയണം. അതുകൊണ്ട് ഭാഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്, പരിഹാരങ്ങളൊക്കെ. അതായത് അടുത്തെത്തുമ്പോൾ തട്ടിപ്പോവുക എന്നുള്ളൊരു ഫലം ചിലപ്പോൾ നമ്മളെ ഒരു എന്താ പറയുക, റാങ്ക് ഒരു നിശ്ചിതമായ
ആളുകളെ എടുത്തു, നമ്മളതിൻ്റെ പുറത്തേക്കായി പോയാലൊക്കെ അതൊക്കെ ഭാഗ്യഹാരിയിൽ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ 200 ആളെ വിളിച്ചു, നമ്മൾ 201 അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള അത് ഭാഗ്യത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്നുള്ള ആളുകൾക്കുണ്ടാകുന്ന സാധാരണ സംഭവമാണ്. ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരു നമ്പറിന് പോകുന്നതൊക്കെ കാണുന്നില്ലേ? അതേപോലെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മറ്റേത് ഇങ്ങനെ നാരായണ മന്ത്രം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ടും ഗുരുവായൂരും രാജരാജേശ്വരനൊക്കെ തൊഴുതുകൊണ്ടുമൊക്കെ മറ്റേ ദോഷങ്ങളെ കുറേ ശമിപ്പിക്കാം. ഗുരുവായൂർ പോയാൽ അടിപ്രദക്ഷിണം നടത്താനും ശ്രദ്ധിക്കണം. അതറിയില്ലേ അതൊക്കെ? അടിപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഒരു പാദത്തിൻ്റെ മുകളിൽ മറ്റൊരു പാദം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന, അത് കണ്ടിട്ടില്ലേ? അതാണ് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ നാരായണീയം ഒരു ദശകം വീതം വായിച്ചിട്ട് ആ പുസ്തകം 100 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ സംസ്കൃതം കുറച്ച് അറിയണം, കടുകട്ടിയാണ്. സാന്ദ്രാനന്ദാഭൂതാത്മ പറയും എന്ന് പറഞ്ഞാൽ അതുപോലെ ചൊല്ലുമ്പം തന്നെ നമ്മളെ വെപ്പ് വല്ലതും ആണെങ്കിൽ തെറിച്ചു പോവും, അത്ര ഭയങ്കര. അപ്പോൾ ഏതായാലും അതൊക്കെ പിന്നെ ചൊല്ലാൻ കഴിയുമെങ്കിൽ അതൊക്കെ നല്ലത്. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം അത് ജപിക്കാം. അത് പിന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാം. അതൊക്കെ നല്ലതാണ്. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് സന്താന വിഷയത്തിലും അത് ദോഷമാവുമെന്നാണ്. കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു, കുട്ടിയായി. അതുകൊണ്ടാണ് സന്താന വിഷയത്തിൽ ഇപ്പം ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. സന്താന വിഷയത്തിൽ കുറച്ചൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. അതേപോലെ തിരുവോണ വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അത് ഒന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് വന്ന് കാണണം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് തം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസ്യമായ സമോഹിതം ദേവി സമസ്തമേതത്വം വൈ പ്രസന്ന ഭൂവി മുക്തി ഹേതു. ഈ പിന്നെ ധർമ്മമാർത്ഥം കാമം മോക്ഷം, ധർമ്മമാർഗത്തിൽ ഉള്ള സഞ്ചാരങ്ങളും ആ ധർമ്മമാർഗത്തിലുള്ള ധനസമ്പാദനവും ഒക്കെ മനുഷ്യൻ്റെ നന്മക്കേറ്റവും പ്രധാനമായി പറയുന്നു. പിന്നെ ഈ അർത്ഥമില്ലെങ്കിൽ, അർത്ഥം എന്ന് പറഞ്ഞാൽ പണം തന്നെ, പണമില്ലാത്ത ആളുകളുടെ കാര്യം അവർക്കല്ലേ അറിയുള്ളൂ. അർത്ഥം നമ്മൾക്ക് ഒരു മാന്യമായ രൂപത്തിൽ വന്നു ചേരണമല്ലോ. അങ്ങനെ ഇല്ലാത്ത വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ദൈനംദിന ജീവിതത്തിന് തന്നെ നമുക്ക് കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ വന്നല്ലേ പറ്റൂ. ആ വരവ് ഇപ്പം ഒരു ഉദ്യോഗസ്ഥനും മറ്റൊക്കെ ആണെങ്കിൽ, ശമ്പളക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു തുക കൃത്യമായിട്ട് വരാനുണ്ടാവും. അതിൽ വെച്ച് അവരൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് അവർക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ടാണല്ലോ ഈ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ കാലത്തെ ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളം സാധാരണ ഒരു NGOയ്ക്ക് കിട്ടുന്നത് വലിയ തുകയൊന്നുമല്ല. കാരണം അത്രമാത്രം ജീവിത ചെലവ് കൂടിപ്പോയി. എങ്കിൽ പോലും ആ പൈസക്ക് സ്ഥിരതയുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അയാളുടെ ജീവിതം പിന്നെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ബീവറേജിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ കുറച്ച് വിഷമമാണ്, അത് വേറെ കാര്യം. പിന്നെ ബീവറേജ് പോയിട്ടും അത് ജവാനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, അതിനെ കൊണ്ടൊക്കെ 4-5 ദിവസം കൊണ്ട് ഒപ്പിച്ച് പോവാം. അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ നല്ല വലിയ ബ്രാൻഡൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഈ പൈസയൊന്നും എവിടെയും തികയില്ല. അപ്പോൾ പല മോഹങ്ങളും ഈ പറയുന്ന ഉദ്യോഗസ്ഥനും, സാധാരണ വലിയ പോസ്റ്റിലുള്ള ആളെ കൊണ്ടല്ല ഞാൻ പറയുന്നത്, സാധാരണ ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ്. മോഹങ്ങൾ
അടക്കി വെക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ബ്രാൻഡ് ഷർട്ടായാലും ശരി, നല്ല ബ്രാൻഡ് ബീവറേജിൻ്റെ ആയാലും ശരി, അത് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം ബഡ്ജറ്റ് തയ്യാറാക്കി ഈ അർത്ഥം കൊണ്ട് അങ്ങനെ തയ്യാറാക്കി അയാൾ മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇതില്ലാത്തവനോ, അവനാണ് ഇപ്പോൾ സാധാരണ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ മഴ വന്നാൽ ജോലി ഉണ്ടാവില്ല. കഠിനമായ വെയിൽ ഉള്ള സമയത്ത് അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, സൂര്യാഘാതമേൽക്കാം. ഇതൊന്നും എന്താ പറയുക, ഈ ബാംഗ്ലൂരുള്ള ഒരു IT മേഖലയിലുള്ള ഒരു മനുഷ്യന് ഇതൊന്നും ബാധിക്കുന്നില്ല. അയാൾ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് അയാൾ ഇരിക്കുന്നത്. അയാൾക്ക് അവരുടെ ആ സ്റ്റൈൽ ഒന്ന് വേറെയാണ്, അവർക്കുള്ള വരുമാനവും കുറേ ഉയർന്നതാണ്. അപ്പോൾ അയാൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ മറിച്ച് ഒരു സാധാരണ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അവരാണല്ലോ മഹാഭൂരിപക്ഷവും ഓട്ടോ തൊഴിലാളികൾ. അങ്ങനെയുള്ള മിനിഞ്ഞാന്ന് എന്നെ കാണാൻ വന്ന ഒരു മോതിരം മേടിക്കാൻ വന്ന ഒരു മഴുപ്പണിക്കാരനാണ്. ഞാൻ ചോദിച്ചാൽ ഞാനറിയില്ലായിരുന്നു എത്ര കൂലിയെന്ന് ചോദിച്ചപ്പോൾ 2000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷം, 2000. പാവം, കഠിനാധ്വാനമാണ്. ഇപ്പോൾ 2000 ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഒരു 1500 1800 ആയിരിക്കും. നോക്കുമ്പോൾ അല്ല, 2000 ആണെന്ന് അയാൾ തന്നെ പറഞ്ഞു. കൂലി മരപ്പണിക്ക് പോകുന്ന ആളാണ്. പക്ഷേ നല്ല മഴയൊക്കെ വന്നാൽ പോകാനാവില്ല. എങ്കിലും നല്ല ഡിമാൻഡുള്ള പണിക്കാരനാണ്. അതുകൊണ്ടാണല്ലോ മോതിരമൊക്കെ വന്ന് മേടിക്കാൻ കഴിയുന്നത്. യാതൊരു പ്രശ്നവുമില്ലാതെ ഭാര്യക്കും വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ നല്ല സമയം. അപ്പോൾ ഇങ്ങനെ ഇത് എന്താ പറയുക, പൈസ ഇപ്പോൾ മഴപ്പണിക്കാരനായാലും പൈസ എന്നില്ല, എൻ്റെ കാര്യം പോകുമല്ലോ, എനിക്കും ജീവിക്കണമല്ലോ. ഇതേപോലെ ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി ധനം വന്നു ചേരണം. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആ അർത്ഥം മര്യാദക്ക് വരണമെങ്കിലും ദേവി അനുഗ്രഹം വേണമെന്നാണ് പറയുന്നത്. പിന്നെ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളില്ലാതെ വ്യക്തികളുണ്ടോ? ചില ആളുകൾക്ക് വേണ്ടാതെ ആഗ്രഹങ്ങളും ഉണ്ടാവും. എന്നാലും നല്ല ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഉദാഹരണം നേരത്തെ വിളിച്ച ഒരു അച്ഛൻ, അയാൾ മകളെ കല്യാണം കഴിക്കുക, അത് നല്ല ആഗ്രഹമല്ലേ? അതേപോലെ നല്ല ആഗ്രഹങ്ങൾ വേണം. എൻ്റെ മകളെ നല്ലൊരാളെ അടുത്തേക്ക് കെട്ടിച്ച് വിടണം, അതിന് അദ്ദേഹത്തിന് പണം വേണം. ഇതൊക്കെ ആഗ്രഹങ്ങൾ പലതരത്തിലുണ്ടല്ലോ. അതിമോഹമാണ് മോനെ ദിനേശാണ് മോഹൻലാൽ പറയുന്നത് പോലെ, അതിമോഹമല്ലാത്ത മോഹങ്ങൾ ഇല്ലാതെ ഒരു ചെറിയൊരു കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹമൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു കടുത്ത ആഗ്രഹമായിട്ട് പറയാൻ പറ്റുമോ? ഒരു തെറ്റായ ആഗ്രഹമല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു കൊച്ചു വീടെടുക്കണമെന്നുള്ള ആഗ്രഹങ്ങളും അതില്ലാതെ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഇതേപോലെ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങൾ നിവൃത്തി തരുന്നത് കാമത്തിൻ്റെ പൂർത്തീകരണം, അതിനും ദേവി സഹായം വേണം. ഇവിടെ പറയുന്നത് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷം, അതുതന്നെയാണ് ദേവി പ്രദാനം ചെയ്യുക എന്ന് പറയുന്നു. അത് പക്ഷേ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിന്നാണേ. പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 28/9/2002. രോഹിണി നക്ഷത്രം 7:02 രാവിലെ, പകല്. ഓക്കെ. ആരുടേതാണെന്നും പറയൂ. ഹലോ, ആരുടേതാണ്? മകന്റെയാണേ. മകൻ്റെത്. എന്താണ് മകനെ കുറിച്ച് അറിയേണ്ട വിഷയം? എന്താണ്?
മകന്റെ ജോലി സംബന്ധമായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അറിയാൻ വേണ്ടിട്ടാ. അല്ലെ, പഠിപ്പ് എവിടം വരെ എത്തിയിരിക്കുന്നു? പഠിപ്പ് ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ ട്രെയിനിങ്ങിലാ ഉള്ളേ. അതിന്റെ ജോലിയൊന്നും ശരിയായില്ല. അല്ല, ട്രെയിനിങ് അത് കഴിഞ്ഞാൽ പിന്നെ ജോലി ലഭിക്കുമല്ലോ. പിന്നെന്താണ്, ഏതാ എടുത്തത്? ഷിപ്പിന്റെ മറൈൻ എഞ്ചിനീയറിംഗ്. ഓ, പിന്നെന്താണ്, അതിനൊന്നും ഇവിടെ തടസ്സം കാണുന്നില്ലല്ലോ. തടസ്സം ഇപ്പം ജോലിയായിട്ട് കാണുന്നില്ല, കിട്ടുന്നില്ല. അല്ല, അതിപ്പോ അങ്ങനെ ഒരു പ്രായമൊന്നും ആയില്ലല്ലോ, ഇതിപ്പോൾ ആയി വരുന്നല്ലേ ഉള്ളൂ. ഇപ്പം ശുക്രൻ്റെ അപഹാരമാണ്, നല്ല നിലയിലുള്ള നല്ല ശുക്രനാണ്. തീർച്ചയായിട്ടും ഈ ശുക്രൻ തീരുന്നതിലിടക്ക് ഇവനെ ഒരു സ്ഥലത്ത് എത്തിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോൾ 25 വരെ ഉണ്ടത്, 25 5-ാം മാസം വരെ. അത് കഴിഞ്ഞ് അതിനുള്ളിലായിട്ട് തന്നെ ജോലി ലഭിക്കും. അതിന് കുറച്ചുകൂടി ഒന്ന് ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവുമെന്നൊരു ബലമുണ്ട്. അതുപോലെ കണ്ണിന് വല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ അവൻ? എന്തെങ്കിലും വിഷമം? കണ്ണട വെച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ണടയൊന്നും വെച്ചിട്ടില്ല. കണ്ണിന് എന്തെങ്കിലും പ്രയാസം പറയുന്നുണ്ടോ? ഇല്ല, കണ്ണിന് പ്രയാസമൊന്നും പറയുന്നില്ല. ആ, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം, കണ്ണിൻ്റെ കാര്യം. പിന്നെ ഈ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ ജോലിയിൽ കയറുന്നതാണ് നല്ലത്. അപ്പം അതുകൊണ്ട് അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. അത് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെടും. ഈ കണ്ടകശനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. അത് ഞാൻ നേരിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ നമുക്കത് ചെയ്യാം. ഒന്നാമത് ഈ കണ്ടകശനിയുണ്ട്. ആ കണ്ടകശനി തൊഴിൽ സംബന്ധമായിട്ട് ശുക്രൻ്റെ ഈ അപഹാരം അനുകൂലമാണെങ്കിലും കണ്ടകശനിയുടെ ദോഷം ഈ വ്യക്തിക്കുള്ളതിനാൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. ആ തടസ്സമാണ് ഇല്ലാതാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശുക്രൻ്റെ അപഹാരത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ട്. രാഹുദശയിൽ ഈ ശുക്രാപഹാരം അനുകൂലമാണ്. അപ്പോൾ രാഹുദശ മൊത്തത്തിൽ ഗുണമല്ല, കാരണം 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പമാണ്. അത് അത്ര നല്ലതല്ല. അത് പ്രത്യേകിച്ചും അച്ഛൻ്റെ ആരോഗ്യവും കൂടി ശ്രദ്ധിക്കാൻ പറയണം അച്ഛനോട്. അപ്പോൾ അങ്ങനെ 9-ാം ഭാവത്തിലെ സർപ്പമായതുകൊണ്ട് ആ സർപ്പത്തിൻ്റെ ദശയിൽ ഇപ്പം നടക്കുന്ന ശുക്രാപഹാരം അനുകൂലമായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴാണ് കണ്ടകശനിയുടെ ദോഷമുണ്ട്. അത് ഈ വരുന്ന അടുത്ത ഈ ഡിസംബർ കഴിയുന്നവരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്താൽ മാത്രമേ അതിന് ഇപ്പോൾ ഉള്ള ആ ശുക്രൻ്റെ അപഹാരത്തിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവനോട് പറഞ്ഞിട്ട് അത്തരം വിശ്വാസമുള്ളവനാണെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ പറയുക. നമ്മളെ വീട്ടില് നാഗസ്ഥാനം ഉണ്ട്. നാഗസ്ഥാനം ഉണ്ടെങ്കിൽ അതിന് വേണ്ടതെല്ലാം ചെയ്യുന്നില്ലേ? എങ്ങനെയാണ്? പാതിരിക്കുന്ന മനയെന്നാണോ? ഏത് മനയെന്ന ആള് വരുന്നത്? പിന്നെ മേക്കാട്. മേക്കാടുകാരും പാതിരിക്കുന്നത്തും അവരൊക്കെ പിന്നെ ഇവിടെയുള്ള തൃശ്ശൂർ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. മേക്കാടുകാരും ഭയങ്കരമാണ്. പമ്പമേക്കാട് പിന്നെ പറയണ്ട. അവിടുത്തെ തന്ത്രിയാണ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യമായ സംഗതി തന്നെ ആയിരിക്കും. ശരി. മേക്കാട് നിന്ന് വന്നിട്ട് പിന്നെ സർപ്പബലിയാണോ ചെയ്യുന്നത് കൊല്ലത്തില്? അവര് ആദ്യം വന്നിട്ട് സർപ്പബലി ചെയ്ത്, എന്നിട്ട് അവര് ഇപ്രാവശ്യം വന്നിട്ട് ഈ തൽക്കാലം ഇടുന്ന അവരെ കൊണ്ടൊന്നും ചെയ്യിച്ചാ മതി, നമ്മൾ അങ്ങനെ വരണ്ടേ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇവിടെ വന്നിനി. അത് പോരാ, അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അതല്ലാതെ സാധാരണ ആൾക്കാരൊന്നും പാവമേക്കാട്ടുകാർ കർമ്മം ചെയ്യുമ്പം പിന്നെ അതൊന്നും ഇവിടെയുള്ള സാധാരണ ഉള്ള ഒരു ആളെ കൊണ്ട് പോരാ. അത് നിങ്ങൾക്കറിയായിട്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസമുണ്ട്. അത് പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുമ്പോൾ അതിന് കണക്കായി കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ മാറ്റി പറയുന്നുണ്ടാവുക. കാരണം വണ്ടി ചെലവും എല്ലാം കൂടി വലിയ ധനപരമായി. ഇപ്പം ഞാൻ മൂകാംബികയിൽ നിന്നും എല്ലാ കൊല്ലവും എൻ്റെ വീട്ടിൽ ചണ്ഡികാ ഹോമത്തിന് വരുന്നുണ്ട്. വലിയ പൈസ കൊടുക്കുന്നത് കൊണ്ടാണ് അവർ വന്ന് ചെയ്തു പോകുന്നത്. അവരവിടുന്ന് വണ്ടിയെടുത്ത് 5-8 ആളെയും കൂട്ടി വരുന്നതല്ലേ. എല്ലാ കൊല്ലവും ചണ്ഡികാ ഹോമം ഞാൻ നടത്തുന്നുണ്ട്. പക്ഷെ ആ ചണ്ഡികാ ഹോമത്തിന് കൃത്യമായ പണം കൊടുത്തിട്ടില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് വരാനാവില്ലല്ലോ.
അതിപ്പോൾ അവരിവിടെ വരെ വരുന്നതിനും പിന്നെ അവരുടെ ഈ അസിസ്റ്റൻറ്റുമാരെ തന്ത്രിയാണ് നിത്യാനന്ദ അടികയാണ് ഇവിടെ വരുന്നത്, മൂകാംബികയിലെ പ്രധാന തന്ത്രി. അപ്പോൾ ആ തന്ത്രി എൻ്റെ വീട്ടിൽ വരുന്നതിന് തന്ത്രി അയാളുടെ അസിസ്റ്റൻറ്റുമാർക്കോ ഒക്കെ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ വണ്ടി എടുത്തിട്ടാണ് വരുന്നത്, വണ്ടിയുടെ ചിലവുണ്ട്. മൂകാംബികയിൽ നിന്ന് ഇവിടെ വന്ന് പോകുന്നതിന് 15,000 റുപ്യേന് മേലെ 20,000 റുപ്യോളം വണ്ടിക്കാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്ത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് വരാനാവില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, മേക്കാടിയാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. പ്രത്യേകിച്ച് ഇവൻ്റെ അത് കൃത്യമായിട്ട് അനുഗ്രഹം ആ ദോഷങ്ങളും ഇതായില്ലെങ്കിൽ ഇവന് ഈ സർപ്പദശയിൽ വേണ്ടത്ര ഉയർച്ച വരാതായി പോകും. അതുകൊണ്ടാണ് ഇത് അമ്മയുടെ അല്ലേ, ഈ നാഗത്തിൻ്റെ ഈ സ്ഥാനം അമ്മയുടെ തറവാട്ടിലല്ലേ, അച്ഛൻ്റെ തറവാട്ടിൽ. അവിടെ തന്നെയാണല്ലോ മകനും താമസിക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ അത് നിശ്ചയമായിട്ടും അത് ചെയ്യണമല്ലോ. അപ്പോൾ അത് നിങ്ങൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അടുത്ത വർഷം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കൂ. ഇപ്പോൾ ഉള്ള തൽക്കാലത്തെ ഈ ദോഷത്തിന് നമുക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം. അത് ഇവനെ ഒന്ന് എന്നെ ബന്ധപ്പെടാൻ പറയൂ, നിങ്ങൾ എന്നെ വിളിക്കൂ. ഇവിടെ കാണുന്ന നമ്പറിൽ, ഈ നമ്പറിൽ എന്നെ വിളിക്കൂ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അത് വേറെ ചോദിക്കാന്ന് വെച്ചാല് ഭർത്താവിന് ഇവനൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്, പിന്നെ തിരിച്ചു പോകാനും പറ്റിയില്ല. അതല്ലേ ഞാൻ പറഞ്ഞു, ഈ സർപ്പദശ, ഈ മകന്റെ സർപ്പം അച്ഛനും കൂടി ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മകന്റെ സർപ്പദശ, 9ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പദശ അച്ഛനെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കും. അതാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അച്ഛന് ഇപ്പം പിന്നെ ആക്സിഡൻ്റായി, പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ടും പിന്നെ ആക്സിഡൻ്റായി പണിയില്ലാതെ മനുഷ്യൻ അവിടെ ഗൾഫിൽ നല്ല ശമ്പളത്തിന് പണിയെടുത്ത മനുഷ്യൻ ഒരു ഉറുപ്പ്യ വരുമാനമില്ലാതെയല്ലേ വീട്ടിലിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അന്നേരം അത് ചെറിയ ദോഷമാണോ സംഭവിച്ചത്? വലിയ ദോഷം തന്നെയല്ലേ. ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും ദോഷം വന്നില്ലേ. അപ്പോൾ അത് ഈ മകൻ്റെ ഈ സമയം കൊണ്ട് അച്ഛൻ്റെ ദോഷം പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ ജാതകപ്രകാരം കൂടുതൽ അച്ഛന് ദോഷമുണ്ടോ എന്നുള്ള അച്ഛൻ്റെ ജാതകം നോക്കിയാലേ അറിയുള്ളൂ. അത് നിങ്ങൾ അതിപ്പം പറയില്ല, അത് നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഒന്ന് അറിയുന്നത് നല്ലതാണ്. തലശ്ശേരിയിൽ നിങ്ങൾ ഈ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാലെല്ലാം ഞാൻ പറഞ്ഞു തരും. ബുക്കിംഗ് പ്രകാരം മാത്രമേ ഞാനിപ്പോൾ ആളുകളെ പിന്നെ കയറ്റുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് എന്നെ വന്ന് കാണാം. അങ്ങനെ 100 കണക്കിന് ആൾ വന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നോളൂ. ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ത്വംവൈഷ്ണവീ ശക്തിരനന്തവീര്യാവിശ്വസ്യ ബീജം പരമാസ്യമായ സമ്മോഹിതം ദേവി സമസ്തമേതത്വം പോയി പ്രസന്നാ ഭുവി മുക്തിഹേതു. എല്ലാ ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നതും ആ ദേവി തന്നെയാണ്. പിന്നെ അനന്തമായ പിന്നെ ശക്തി, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാശക്തി, അത് മായയാലാവരണം ചെയ്തിരിക്കുന്നു. മൊത്തം നമ്മളെല്ലാം മായക്ക് അധീനരാണ്. ആ മായയായി വർത്തിക്കുന്നതും ഈ ശക്തി തന്നെയാണ്. അതാണ് നമ്മൾക്ക്. പക്ഷെ അത് സാമാന്യ ബുദ്ധിയിൽ അത് അല്ലെങ്കിൽ പിന്നെ എന്താ ചെറിയ കേവലമർത്യന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അത് വളരെ ഋഷീശ്വരന്മാർ പ്രത്യേകം പറയുന്നുണ്ട്. അത് അവരുടെ കുറ്റമല്ല. മായയിൽ നമ്മളീ കാണുന്നതെല്ലാം മായയാണെന്ന് തിരിച്ചറിയാൻ അത് സാധാരണ മനുഷ്യന് സാധ്യമല്ല. അത് അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ അങ്ങോട്ട് അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ വട്ടായി പോകും. വേണ്ടത് അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ മറിച്ച് അല്ല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വട്ടായി പോകും. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ വിടാം. നമുക്ക് അതെല്ലാം വലിയ വലിയ ആൾക്കാർക്കങ്ങ് വിട്ടുകൊടുക്കാം. വലിയ എന്താ പറയുക, തീക്ഷണാശാലികളായ പ്രതിഭകൾ അതെല്ലാം ചർച്ച ചെയ്യട്ടെ. ആചാര്യന്മാർ നമ്മളെപ്പോലെയുള്ള ഇങ്ങനെ
ജീവിക്കാൻ വേണ്ടി ഒരു ജ്യോതിഷ വേഷം കെട്ടി നടക്കുന്ന ഒരുത്തിന് എന്തെന്നാ ഇതൊക്കെ പറയേണ്ട? അത്ര വലിയ കാര്യമൊന്നും അയാൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തരും ഓരോ പരിധി പറയുന്നുണ്ടല്ലോ. ഈ പരിധി കടക്കുമ്പോഴാണ് പ്രശ്നം വരിക എന്നാണ്. അപ്പോൾ പരിധിക്ക് ഉള്ളിൽ നിന്ന് കളിച്ചാൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ദേവി ആരാധനയെക്കുറിച്ച് ആർക്കും ദേവി ആരാധിച്ച് ആർക്കും പറയാൻ അവകാശമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ അതിന് ഏറ്റവും ടോപ്പായിട്ട് തന്നെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ദേവിയെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്. വലിയ തത്വജ്ഞാനമൊന്നും ഞാൻ വിളമ്പേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിചാരം. അത് എൻ്റെ പിടുത്തത്തിൽ അപ്പുറമുള്ള കാര്യമാണ്. നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നില്ലേ, അങ്ങനെ സംഭവിച്ച കളയും. എൻ്റെ ഒരുത്തം പറയുന്നില്ല ഏതൊരു സിനിമയിൽ, എൻ്റെ കിളി മൊത്തം പോയി സാർ എന്നൊരു എസ്ഐ ചോദിക്കാൻ. എന്ത് പോയി? കിളി. നമ്മളെ ഉള്ളിലിങ്ങനെ കുറേ കിളികളുണ്ടാവില്ല, ആ കിളികൾ മൊത്തം പോയി. കിളി പോയി. അപ്പോൾ ആ കിളി പോകുന്ന അവസ്ഥയായി പോകും. പിന്നെ നമ്മൾ കടത്തി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കിളി തന്നെ അങ്ങ് പോവും, കയ്യിൽ നിന്നും പോവും. അപ്പോൾ അതാണ് പലപ്പോഴും പിന്നെ പല വ്യക്തികൾക്ക് സംഭവിക്കുന്നത്. അവരെ കയ്യിൽ നിന്ന് അവരെ പിടുത്തം വിട്ടുപോകും. എവിടെയാണ് അത് കൊണ്ട് എത്തിക്കേണ്ടത് എന്ന് ചില പ്രാസംഗികർക്കൊക്കെ അത് സംഭവിക്കാറുണ്ട്. ഓരോ ചാനലിലെ തൊഴിലാളികൾക്കൊക്കെ അയാളിങ്ങനെ പറഞ്ഞ് അവസാനം അയാളെ കയ്യിൽ നിന്ന് അങ്ങ് പോവുകയാണ്, എവിടത്തേക്കോ എത്തിപ്പോവുകയാണ്. അങ്ങനെ അത് വാക്കിനെ നിയന്ത്രിക്കാതിരുന്നാൽ വാക്ക് തിരിച്ചു കുത്തും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു മുന്നൊരുക്കം ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സദസ്സിൽ അപഹാസ്യനാവാൻ ഇടവന്നേക്കും. ദേവിയുടെ ഈ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ദേവി തന്നെ നമുക്ക് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരിക തന്നെ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെ വെച്ചിട്ടാണിത്, എവിടം വരെയാണ് ആ വർത്തമാനം കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ദേവി തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നു. അതുപ്രകാരമാണ് ഞാനൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ദേവി ആരാധിച്ചാൽ അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. സദസ്സിൽ അപമാനിതനാവാതെ കാത്തുരക്ഷിക്കാനും ദേവി സദാ ശ്രദ്ധിക്കും. അതാണ് അത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എൻ്റെ പരിപാടി കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും വലിയ ഫലങ്ങൾ അറിയാനും ജാതക പരിശോധന മാത്രമേ ഞാനിപ്പോൾ നടത്തുന്നുള്ളൂ. അപ്പോൾ ജാതകം പരിശോധിക്കേണ്ടവർക്ക് തന്നെ വന്ന് കാണാം ബുക്ക് ചെയ്തുകൊണ്ട്. അതേപോലെ പരിഹാര കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. പരിഹാരങ്ങൾ പ്രത്യേകിച്ചും രത്നങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേകത എൻ്റെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം പഠനത്തിന് ഒക്കെ കുട്ടികൾ പുതിയ ക്ലാസ്സിലൊക്കെ പോകുന്നു, വലിയ ഉയർന്ന ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ വിദ്യക്കൊക്കെ തകരാറുള്ളവർക്കൊക്കെ മരതകരത്നം ധരിക്കാം. അതേപോലെ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾക്ക് പുഷ്യരാകും. ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഈ ജാതകപ്രകാരം ഏത് ഗ്രഹമാണ് പിന്നെ വീക്കായി നിൽക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് അയാൾക്ക് ഏത് രത്നം ധരിച്ചാലാണ് ഗുണപ്രദമാവുക എന്നൊക്കെ ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയൊരു വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. അതേപോലെ വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട്. ഒപ്പം ഇതോടനുബന്ധിച്ച് മന്ത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒപ്പം ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പോയിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള വ്രതങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഓരോ കാര്യത്തിനും ഓരോ തരത്തിലുള്ള വ്രതം ആയിരിക്കും. അപ്പം അതിൻ്റെ ഫലപ്രാപ്തി ഓരോന്നിനും ഓരോന്നാണ്. അപ്പം അതൊക്കെയാണ് ഞാനൊക്കെ ചെയ്യുന്ന കർമ്മം എന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് തന്നെ വന്ന് കാണാം.
അല്ലാത്തവർക്ക് ഓൺലൈനിൽ ഫലമറിയേണ്ടവർക്ക് ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയക്കുകയും അതേപോലെ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫലമറിയാം. രണ്ടും നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമസ്കാരം.